students, welcome to Bosco Campus Vision. I am Mumtaz, Assistant Professor in Hindi, Don Bosco College, Kottayam. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിലെ ടെൻസസിനെ കുറിച്ചാണ്. ഓക്കെ, काल क्रिया के उस रूप को काल कहते हैं जिससे उसके करने या होने के समय तथा पूर्णता या अपूर्णता का ज्ञान होता है. അതായത് ഒരു പ്രവൃത്തി നടന്ന സമയത്തെ സൂചിപ്പിക്കുന്ന ക്രിയാപദങ്ങളെയാണ് നാം काल എന്ന് പറയുന്നത്. और इस काल 3 प्रकार का होता है. वो है भूतकाल, पास्ट टेंस, वर्तमान काल यानी प्रेजेंट टेंस और भविष्य काल यानी फ्यूचर टेंस. और देखो, सबसे पहले भूतकाल. भूतकाल क्या है? बीते समय में घटित क्रिया से भूतकाल का बोध होता है. जैसे वो लिखता था, मोहन ने पढ़ा होगा, मैंने देखा है, वो लिख रहा था. അതായത് കഴിഞ്ഞു പോയ സമയങ്ങളിൽ നടന്ന പ്രവർത്തികളെ സൂചിപ്പിക്കുന്ന ക്രിയാപദങ്ങളെയാണ് ഭൂതകാലം എന്ന് പറയുന്നത്. दूसरा वर्तमान काल. वर्तमान समय में होने वाली क्रिया से वर्तमान काल का बोध होता है. जैसे मैं कहता हूँ, गीता पढ़ रही है, सूर्य पूरब में उदय होता है, सीता खेल रही होगी. പ്രസൻ്റ് ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ക്രിയാപദങ്ങളെയാണ് നമ്മൾ വർത്തമാനകാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. और भविष्यकाल, इससे भविष्य में किसी काम के होने का बोध होता है. जैसे तुम कल पढ़ोगे, शायद वह कल आएगा, वह आए तो मैं जाऊँ, तुम पढ़ोगे तो पास हो जाओगे. ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റി സൂചിപ്പിക്കുന്ന ക്രിയാപദങ്ങളാണ് ഭവിഷ്യത് കാലിൽ, അതായത് ഭാവി കാലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതിൽ നമ്മൾ ഫസ്റ്റ് നോക്കിയത് കാൽ എന്താണെന്നാണ്. കാൽ എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി നടന്ന സമയത്തെ സൂചിപ്പിക്കുന്ന ക്രിയാപദങ്ങളെയാണ് കാൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ ആ സെൻറ്റൻസിൽ ക്രിയയിൽ നിന്നായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഇത് കഴിഞ്ഞു പോയ കാര്യമാണോ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണോ, ഇനി വരാനിരിക്കുന്ന കാര്യത്തിനെ പറ്റിയാണോ ആ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതിലെ ക്രിയ നോക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാലിനെ 3ആയിട്ട് തരംതിരിക്കാം. അവയാണ് ഭൂതകാലം, വർത്തമാനകാലം, ഭവിഷ്യത് കാൽ. ഇനി ഭൂതകാലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞു പോയ സമയത്തെ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ദിനങ്ങളിലെ ദിനങ്ങളിൽ നടന്ന പ്രവർത്തികളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ക്രിയാപദമാണ് ഭൂതകാലം എന്ന് പറയുന്നത്. അതായത് ആ ക്രിയ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഭൂതകാലത്തിൽ നടന്ന കാര്യമാണ്. ലിഖ്താത, അവൻ എഴുതി എന്നൊക്കെ ഉള്ളത് എന്താണ്? നടന്നു കഴിഞ്ഞ കാര്യമാണ്. അതിനകത്ത് എഴുതി എന്നുള്ള ആ ക്രിയയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നടന്ന കാര്യമാണോ, നടന്നുകൊണ്ടിരിക്കുന്നതാണോ, ഇനി നടക്കാനിരിക്കുന്നതാണോ എന്ന്. മനസ്സിലായോ? വർത്തമാൻകാലം എന്താണെന്ന് വെച്ചാൽ പ്രസൻ്റ് ആയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെയാണ് നമ്മൾ പ്രസൻറ്റ് ടെൻസ് അഥവാ വർത്തമാനകാലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭവിഷ്യത് കാലം എന്ന് വെച്ചാൽ ഇനി വരാനിരിക്കുന്ന സംഭവങ്ങളെ നമ്മൾ മുൻകൂട്ടി പറയുകയാണെങ്കിൽ അതിനെയാണ് ഭവിഷ്യത് കാലം എന്ന് പറയുന്നത്. അതുമൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ക്രിയയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് ഓരോ ടെൻസും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് भूतकाल. और भूतकाल के भेद. भूतकाल के 6 भेद होते हैं. ഭൂതകാലത്തിന് 6 ഭേദങ്ങളുണ്ട്. അവയാണ് സാമാന്യ ഭൂതകാൽ, പൂർണ്ണ ഭൂതകാൽ, അപൂർണ്ണ ഭൂതകാൽ, आसन्न भूतकाल, संदिग्ध भूतकाल और हेतु हेतुमत भूतकाल.
അപ്പോൾ നമുക്ക് സാമാന്യ ഭൂതകാൽ എന്താണെന്ന് നോക്കാം. क्रिया के जिस रूप से बीते हुए समय का निश्चित ज्ञान न हो उसे सामान्य भूत कहते हैं. जैसे सोहन गया, राम ने खाना खाया, सीता आई, गीता ने पत्र लिखा. അതായത് കഴിഞ്ഞു പോയ സമയങ്ങളിൽ നടന്ന പ്രവൃത്തി തന്നെയാണ് സാമാന്യ ഭൂതകാലത്ത്. അത് ഭൂതകാലത്തിൻ്റെ ഒരു പേരാണ്. അത് കഴിഞ്ഞ കാലത്തിലെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ആ പ്രവൃത്തി നടന്ന സമയത്തെ കൃത്യമായിട്ട് കാണിക്കുന്നില്ല. ഏതോ ഇപ്പോൾ നടന്നു എന്നുള്ള ആ ഒരു കാര്യമേ പറയുന്നുള്ളൂ. അത്തരത്തിലുള്ള രൂപങ്ങളെയാണ് ഭൂതകാലത്തിൻ്റെ ഭേദങ്ങളെയാണ് സാമാന്യ ഭൂതകാലം എന്ന് പറയുന്നത്. जैसे सोहन गया, राम ने खाना खाया, सीता आई, गीता ने पत्र लिखा. सोहन പോയി, രാം ने खाना खाया, രാമൻ ആഹാരം കഴിച്ചു, സീത ആയി, സീത വന്നു, ഗീത ने पत्र लिखा, ഈ ഗീത കത്തെഴുതി. ഇതെല്ലാം എന്തിനെ സൂചിപ്പിക്കുന്നു? ഭൂതകാലത്തിൽ നടന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ നിശ്ചിത സമയമോ കാര്യമോ ഒന്നും അവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതായത് ഒരു സാമാന്യ രൂപം, ഭൂതകാലത്തിലെ ക്രിയയുടെ ഒരു സാമാന്യ രൂപമാണ് സാമാന്യ ഭൂതകാൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പൂർണ്ണ ഭൂതകാൽ എന്താണെന്ന് നോക്കാം. क्रिया के जिस रूप से बीते समय में कार्य की समाप्ति का पूर्ण बोध होता है उसे पूर्ण बोध कहते हैं. അതായത് ക്രിയയുടെ ഏത് രൂപമാണോ ഒരു കാര്യത്തിൻ്റെ സമാപ്തിയെ സൂചിപ്പിക്കുന്നത് അതിനെയാണ് നമ്മൾ പൂർണ്ണഭൂതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഭൂതകാലത്തിൽ നടന്ന ഒരു കാര്യം തന്നെ ആ കാര്യം നടന്നു കഴിഞ്ഞിരിക്കുന്നു, തീർന്നു, അതിനകത്ത് ഒരു സംശയവുമില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് പൂർണ്ണഭൂത് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, मैं खाना खा चुका था, उसने राकेश को मारा था, मैं उसे अपनी पुस्तक दी थी, वह विद्यालय गया था. मैं खाना खा चुका था, ഞാൻ ആഹാരം കഴിച്ചു തീർത്തിട്ടുണ്ട്. उसने राकेश को मारा था, അവൻ രാകേഷിനെ അടിച്ചിട്ടുണ്ട്. मैं उसे अपनी पुस्तक दी थी, ഞാൻ അവന് എൻ്റെ പുസ്തകം കൊടുത്തിട്ടുണ്ട്. വ വിദ്യാലയ गया था, അവൻ വിദ്യാലയത്തിലേക്ക് പോയിട്ടുണ്ട്. अपूर्ण भूतकाल, क्रिया के जिस रूप से ये जाना जाए कि क्रिया भूतकाल में हो रही थी लेकिन उसकी समाप्ति का पता न चले उसे अपूर्ण भूत कहते हैं. അതായത് ഭൂതകാലത്തിൽ നടന്ന ഒരു പ്രവൃത്തി, ആ പ്രവൃത്തി എന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റി ഒരു സൂചനയും ഈ ക്രിയാപദത്തിലൂടെ നമുക്ക് ലഭിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ക്രിയാപദങ്ങളെയാണ് നമ്മൾ അപൂർണ ഭൂതകാൽ എന്ന് പറയുന്നത്. ഭക്തോം ദ്വാര പൂജ കി ജാ രഹി തി, ഭക്തോ മുഖേന പൂജ കഴിപ്പിക്കുകയായിരുന്നു. വിദ്യ അപ്നെ ഗാവ് ജാ രഹി തി, വിദ്യ തൻ്റെ ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഗൗരി ഖീർ കാ രഹി തി, ഗൗരി സ്വീറ്റ്സ് കഴിക്കുകയായിരുന്നു. നമ്രത പത്ര ലിഖ് രഹി തി, നമ്രത ലെറ്റർ എഴുതുകയായിരുന്നു. अधिक आसन भूतकाल, क्रिया के जिस रूप से क्रिया के व्यापार का समय आसन यानी निकट ही समाप्त समझा जाए उसे आसन भूत कहते हैं. അതായത് റീസെൻ്റായിട്ട് കഴിഞ്ഞ പ്രവർത്തികളെ സൂചിപ്പിക്കുന്ന ക്രിയാപദങ്ങളാണ് ആസന്ന ഭൂതകാലിൽ ഉൾക്കൊള്ളുന്നത്. ജൈസെ അങ്കു ബിഹാർ സെ ലൗട്ടാ ഹെ, അങ്കു ബീഹാറിൽ നിന്നും മടങ്ങിയിരിക്കുന്നു. मैं खाना खा चुका हूँ, ഞാൻ ആഹാരം കഴിച്ചു തീർത്തിരിക്കുന്നു. मेरा मित्र मेरे घर आया है, എൻ്റെ കൂട്ടുകാരൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു. किसान ने खेत में हल चला लिया है, കൃഷിക്കാരൻ നിലം ഉഴുതിരിക്കുന്നു. असंदिग्ध भूतकाल, क्रिया के जिस रूप से बीते हुए समय में कार्य के पूर्ण होने या न होने का संदेह होता है उसे संदिग्ध भूत कहते हैं.
ജൈസെ ശ്യാം നെ ഖാന ഖായ ഹോഗ. ശ്യാം ആഹാരം കഴിച്ചിട്ടുണ്ടാകും. കലാകാർ നെ അഭിനയ് കിയാ ഹോഗ. കലാകാരൻ അഭിനയിച്ചിട്ടുണ്ടാകും. ഗായക് നെ ഗാന ഗായ ഹോഗ. ഗായകൻ പാട്ട് പാടിയിട്ടുണ്ടാകും. हेतु हेतुबत भूतकाल. क्रिया के जिस रूप से यह पता चले कि क्रिया भूतकाल में होने वाली थी परंतु किसी कारणवश नहीं हो सकी, उसे हेतु हेतुमत भूत कहते हैं. അതായത് ഭൂതകാലത്തിൽ നടക്കേണ്ടിയിരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു, പക്ഷെ എന്തൊക്കെയോ കാരണത്താൽ അത് നടന്നില്ല. ആ പ്രവൃത്തി നടന്നിരുന്നെങ്കിൽ ഇന്നതൊക്കെ സംഭവിക്കുമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ക്രിയാപദങ്ങളെയാണ് ഹേതു ഹേതുമത് ഭൂത് എന്ന് പറയുന്നത്. ജൈസെ यदि मोहन पढ़ाई करता तो परीक्षा में उत्तीर्ण हो जाता. ഒരു പക്ഷേ മോഹൻ പഠിച്ചിരുന്നു എങ്കിൽ പരീക്ഷയിൽ വിജയം കൈവരിച്ചേനെ. यदि मैं समय स्टेशन पर पहुंचता तो गाड़ी में चढ़ जाता. ഞാൻ സ്റ്റേഷനിൽ സമയത്ത് എത്തിയിരുന്നുവെങ്കിൽ വണ്ടിയിൽ കയറിയേനെ. രാധ ആത്തി തോ मैं चला जाता. രാധ വന്നിരുന്നെങ്കിൽ ഞാൻ പോയേനെ. നിധി മെഹനത് കർത്തി തോ സഫൽ ഹോ ജാത്തി. നിധി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വിജയിക്കും. നമ്മൾ പഠിക്കാൻ പോകുന്നത് വർത്തമാൻ കാലിൻ്റെ ഫേദാണ്. വർത്തമാൻ കാലിൽ എന്താണ്? ഒരു ക്രിയ, ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന, പ്രസൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന കാലാണ് വർത്തമാൻ കാലം എന്ന് പറയുന്നത്. അപ്പം ഈ വർത്തമാൻ കാലിന് 3 ഫേദങ്ങളുണ്ട്. അവയാണ് സാമാന്യ വർത്തമാൻ കാൽ, അപൂർണ വർത്തമാൻ കാൽ और संदिग्ध वर्तमान काल. सामान्य वर्तमान काल क्रिया का वह रूप जिससे वर्तमान काल में क्रिया का होना पाया जाए सामान्य वर्तमान काल कहते हैं. അതായത് നോർമലായി ഒരു ക്രിയ നടന്നുകൊണ്ടിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതിനെയാണ് സാമാന്യ വർത്തമാൻ കാൽ എന്ന് പറയുന്നത്. വ ലഡ്ക പഠിത്താ ഹെ. ആ കുട്ടി പഠിക്കുന്നു. വ സുബഹ ഷാം ദൂത് പീത്താ ഹെ. അവൻ രാവിലെയും വൈകുന്നേരവും പാല് കുടിക്കുന്നുണ്ട്. और देखो अपूर्ण वर्तमान काल. अपूर्ण वर्तमान काल क्या है? क्रिया के जिस आरोप से वर्तमान काल में क्रिया की अपूर्णता का बोध होता है उसे अपूर्ण वर्तमान काल कहते हैं. जैसे माँ भोजन बना रही है. अम्मा आहाരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. किसान खेत में हल चला रहा है. किसान കൃഷിയിടത്തിൽ ഉഴുതുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ മരീസിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ചിത്രകാരൻ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നു. संदिग्ध वर्तमान काल क्रिया का वह रूप जिससे वर्तमान काल में क्रिया के होने में संदेह पाया जाए उसे संदिग्ध वर्तमान कहते हैं. जैसे बच्चा रो रहा होगा. കുട്ടി കരയുകയായിരിക്കും. നിധി സ്കൂൾ ജാതി ഹോഗി. നിധി സ്കൂളിലേക്ക് പോവുകയായിരിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭവിഷ്യത് കാലാണ്, ഭാവി കാലം, ഫ്യൂച്ചർ ടെൻസ്. അപ്പം ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുമ്പം ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പറയുന്നതിനെയാണ് ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത്. और इस भविष्यत काल के 3 भेद है. वो है सामान्य भविष्यत काल, संभाव्य भविष्यत काल और हेतु हेतुमत भविष्यत काल. सामान्य भविष्यत काल क्रिया के जिस रूप से भविष्य में होने वाले कार्य के विषय में जानकारी हो अथवा यह व्यक्त हो कि क्रिया सामान्यतः भविष्य में होगी उसे सामान्य भविष्यत कहते हैं. അതായത് സാധാരണ രീതിയിൽ നമ്മളൊരു കാര്യം മുൻകൂട്ടിയുള്ള ഒരു കാര്യം ഇപ്പോഴേ പറയുന്നതിനെയാണ് സാമാന്യ ഭവിഷ്യത് കാലം എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ പറയുന്ന നോർമൽ കേസസ്. എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. खिलौना नहीं मिलने पर बच्चा रोएगा. ടോയ്സ് കിട്ടിയില്ലെങ്കിൽ കുട്ടി കരയും. അവരൽ കൽ കൊൽക്കത്ത ജായേഗ. അവരൽ ഇന്ന് കൊൽക്കത്തയിലേക്ക് പോകും.
संभाव्य भविष्यत काल, आने वाले समय में किसी क्रिया के होने की संभावना होने पर संभाव्य भविष्यत काल होता है. അതായത് ഭാവിയിൽ ഒരു കാര്യം നടക്കാനുള്ള സാധ്യതയുണ്ട്, പോസിബിലിറ്റി ഉണ്ട്. അത് നമ്മൾ ഇപ്പോഴേ പറഞ്ഞു വെക്കുന്നതിനെയാണ് സംഭവ്യ ഭവിഷ്യത് കാലം എന്ന് പറയുന്നത്. ഷായത് വർഷ ഹോഗി, ഒരു പക്ഷേ മഴ പെയ്തേക്കാം. ഷായത് പ്രധാനമന്ത്രി രാജസ്ഥാൻ ആയേഗെ, ഒരു പക്ഷേ പ്രധാനമന്ത്രി രാജസ്ഥാനിലേക്ക് വന്നേക്കാം. हेतु हेतुमत भविष्यत काल, आने वाले समय में जब कोई एक क्रिया दूसरी पर निर्भर होकर संपन्न होगी तो उसे हेतु हेतुमत भविष्यत काल कहते हैं. അതായത് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു ക്രിയ, ആ ക്രിയ വേറെ ഒരു ക്രിയയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഹേതു ഹേതുമത് ഭവിഷ്യത് കാലം എന്ന് പറയുന്നത്. യദി ബച്ച റോയേഗ तो माँ उसे संभाल लेगी, ഒരു പക്ഷെ കുട്ടി കരയുകയാണെങ്കിൽ അമ്മ അതിനെ ഹാൻഡിൽ ചെയ്തോളും. യദി തും മെഹനത് കരോഗെ तो सफलता प्राप्त करोगे, നീ അധ്വാനിക്കുകയാണെങ്കിൽ നിനക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ സെൻറ്റൻസ് എന്താണ്? ഒന്നിനെ ആശ്രയിച്ചിരിക്കുന്നു. അമ്മ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കുഞ്ഞ് കരയണം, അതാണ് ആദ്യം നടക്കേണ്ട ക്രിയ. അതുപോലെ സഫലത കൈവരിക്കാൻ വേണ്ടി, വിജയം കൈവരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം. അതാണ് ആദ്യം നടക്കുന്ന ക്രിയ. അപ്പം ഈ ക്രിയ മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു. വിജയം കൈവരിക്കുക എന്നുള്ളത് അധ്വാനിക്കുക എന്നുള്ള മറ്റൊരു ക്രിയയിലേക്ക് ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹേതു ഹേതുമത് ഭവിഷ്യത് കാലിൽ വരുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.